എല്ലാവർക്കും തോന്നുന്നതാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ബാങ്ക് ഇൻ്റർവ്യൂവിന് വരെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെ ഈ 2 വർഷം ഉപയോഗിച്ചു, ഈ ജോലിയിലോട്ട് എത്താൻ എനിക്ക് പറ്റി എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. ഈ എക്സാമിലോട്ട് കടക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഒരിക്കലും പിന്മാറാതിരിക്കുക. നിങ്ങൾക്കിത് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റും. നമസ്കാരം, എൻ്റെ പേര് ആര്യൻ KS. ഞാൻ കൊല്ലത്ത് കൊട്ടാരക്കര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ TK ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാരിയൂർ കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ICDയിൽ ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നു. ഫെബ്രുവരി 2022 ബാച്ചിലാണ് ഞാൻ ICD ജോയിൻ ചെയ്യുന്നത്. 2 വർഷമായിട്ട് ബാങ്ക് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തോന്നുന്നതാണ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് ബാങ്ക് ഇൻ്റർവ്യൂവിന് വരെ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ലക്ഷ്യമുള്ളായിരുന്നു, ഗവൺമെൻറ് ജോലി. അപ്പോൾ അതിനുവേണ്ടി ആദ്യം വേറെ എക്സാംസുകൾ നോക്കി. അതിൻ്റെ ലാഗും കാര്യങ്ങളും എല്ലാം മനസ്സിലായതിനു ശേഷം ഞാൻ അത് വേണ്ടാന്ന് വെച്ചു, ബാങ്കിങ്ങിലോട്ട് തിരിഞ്ഞു. അത് സത്യത്തിൽ വളരെ നല്ലൊരു ചോയ്സായിട്ട് മാറി. എനിക്ക് ഈ വർഷത്തെ SBI PO അതുപോലെ തന്നെ IBPS കാനറ ബാങ്കിൽ പ്രൊഫഷണറി ഓഫീസറായിട്ട് 2 ജോലികൾ ഇതിലൂടെ പാസ്സാകാൻ പറ്റി. ഈ വീഡിയോയിലൂടെ ഞാൻ എങ്ങനെ ഈ 2 വർഷം ഉപയോഗിച്ചു, ഈ ജോലിയിലോട്ട് എത്താൻ എനിക്ക് പറ്റി എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം. തുടക്കം മുതലേ എൻ്റെ പോസിറ്റീവ്സ് ഏതാണ്, എൻ്റെ നെഗറ്റീവ്സ് ഏതാണ് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. എനിക്കതിൽ നിന്ന് മനസ്സിലായി, എനിക്ക് മാത്സിൽ ഞാൻ നല്ല സ്ലോ ആണ്. അതുപോലെ റീസണിങ് എനിക്കൊരു പുതിയ സബ്ജക്റ്റാണ്. ഇംഗ്ലീഷിലായിരുന്നു എൻ്റെ സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ മാത്സും റീസണിങ് സ്കിൽസും ഇമ്പ്രൂവ് ആക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ICDയിലെ ടീച്ചേഴ്സ് അതിലൊരു വലിയ ഘടകമായിരുന്നു. കാരണം ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ICDയിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. മാത്സിൻ്റെ ബേസ്, അതുപോലെ തന്നെ റീസണിങ്, ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ അപ്രോച്ച് ചെയ്യണം, മാത്സിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ അനലൈസ് ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇതെല്ലാം എനിക്ക് ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായ ICDയിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്ത സാറന്മാർ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം ആദ്യത്തെ ഒരു അച്ചീവ്മെൻറ്റ്, ഒരു 6-7 മാസത്തെ ഹാർഡ് വർക്കിന് ശേഷം ആദ്യമായിട്ട് ഒരു പ്രിലിംസ് ക്ലിയറായി. അതാണ് SBI ക്ലർക്ക്, 2022 SBI ക്ലർക്ക്. ആ പ്രിലിംസ് ക്ലിയർ ആയപ്പോൾ അതിൻ്റെ മെയിൻസിന് പഠിച്ചു. പക്ഷേ മെയിൻസ് ക്ലിയർ ആയില്ല. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, പ്രിലിംസിന് മാത്രം പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മെയിൻസിനാണ് ശരിക്കും പഠിക്കേണ്ടത്. അപ്പോൾ ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം എനിക്ക് എൻ്റെ പഠിക്കുന്നതിൻ്റെ സ്ട്രാറ്റജി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി. പിന്നെ ഞാൻ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രിലിംസിൻ്റെ ഒരു മോക്ക്, അതുപോലെ തന്നെ അല്ലാതെ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാം മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ 2023 ഓരോ എക്സാംസ് അതിനുശേഷം വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശരിക്കും ഒരു പീക്ക് ടൈമിലോട്ട് മാറുന്നത് പഠിത്തത്തിൻ്റെ. എല്ലാ ദിവസവും ഒരു ദിവസത്തിന് നല്ല ശതമാനവും ഞാൻ പഠിത്തത്തിന് വേണ്ടി മാറ്റി വെച്ചു. 2023-24 എക്സാംസുകൾ വിളിച്ചതിന് ശേഷം ഞാൻ ഓരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്തത് ഞാൻ വിശദീകരിക്കാം. മാത്സിന് ഞാൻ എല്ലാ ദിവസവും 2 മോക്ക് കമ്പൽസറി ആയിട്ട് ചെയ്യുമായിരുന്നു. പ്രിലിംസിൻ്റെ 2 മോക്ക് എന്തായാലും ചെയ്യുമായിരുന്നു. അതിനുശേഷം മെയിൻസിൻ്റെ ഓരോ ടൈപ്പിലുള്ളത് ഓരോ ദിവസവും ഒരു 5 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു മാത്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഞാൻ ആദ്യമൊക്കെ വെറും 10 ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്നും പ്രിലിംസിന് അതിൽ നിന്നും ഒരു 22 ക്വസ്റ്റ്യൻ വരെ എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റി പ്രിലിംസിന്. അതുപോലെ തന്നെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പരിശീലിച്ചുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിന് മാത്സും എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. റീസണിങ് നമുക്ക് തന്നെ അത് മനസ്സിലാവും, ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ എല്ലാ ദിവസവും റീസണിങ്ങിൽ 5 പസിൽ എന്തായാലും ചെയ്യുമായിരുന്നു. അത് പ്രിലിംസ് ലെവൽ മോക്കിനകത്ത് രണ്ട് രീതിയിൽ, അതായത് അറൗണ്ട് 10 ക്വസ്റ്റ്യൻസ് പസിൽ നിന്ന് ചെയ്യും. അതുപോലെ മെയിൻസിനകത്ത് ഒരു 5 പസിൽ ചെയ്യുവാനും. ഇതായിരുന്നു ഡെയിലി റൊട്ടീൻ. ഇംഗ്ലീഷിന് സത്യത്തിൽ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. കാരണം എനിക്ക് അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരുന്നു. എപ്പോഴും പണ്ട് മുതൽ തന്നെ എപ്പോഴും ഒരു 25 എബോവ് പ്രിലിംസിൽ സ്കോർ ചെയ്യാൻ, മെയിൻസിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. മെയിൻസ് പ്രിലിംസ് ക്വാളിഫൈ ആയതിനു ശേഷം എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു മെയിൻസിൻ്റെ എക്സാമെങ്കിലും ചെയ്യുമായിരുന്നു. അതിനുശേഷം മെയിൻസിലെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു GK. ഞാൻ ഈ വർഷത്തെ എക്സാമുകൾക്ക് വേണ്ടി മാർച്ച് തുടക്കം മുതലുള്ള എല്ലാ ദിവസത്തെയും GK ഞാൻ എഴുതുമായിരുന്നു. ക്ലാസ് കേട്ടതിന് ശേഷം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ എഴുതും, അത് റിവൈസ് ചെയ്യുമായിരുന്നു.
അതെന്നെ ഒരുപാട് സഹായിച്ചു. ജി കെയും ഇംഗ്ലീഷുമാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതിനുവേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കണം, ഇംഗ്ലീഷിനും ജി കെക്കും വേണ്ടി. മെയിൻസ് ക്വാളിഫൈ ആയതിനു ശേഷം മെയിൻസിൻ്റെ മാത്രം ടെസ്റ്റുകളായിരുന്നു. അതായത് SBIPO ആണ് ആദ്യമായിട്ട് ക്വാളിഫൈ ആയ മെയിൻസ് എക്സാം. അതിനുശേഷം SBIPOയുടെ മെയിൻസിന് വേണ്ടി അതിൻ്റെ മെയിൻസ് സെക്ഷനിലായാലും മെയിൻസ് എക്സാം ആയാലും കണ്ടിന്യൂസ് അത് മാത്രമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം SBIPO സെലക്ഷനായി, അതുപോലെ തന്നെ IBPS-PO സെലക്ഷനായി. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനായിരുന്നു. യൂട്യൂബിലായാലും സർമാർ ചോദിച്ചിട്ടായാലും എങ്ങനെയായാലും ഒരുപാട് എക്സാമ്പിൾസ് വഴിയാണ് എങ്ങനെയാണ് ഇൻ്റർവ്യൂ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, അതെല്ലാം മനസ്സിലാക്കി. ഇതായിരുന്നു എൻ്റെ ഒരു സ്ട്രാറ്റജി. ഈ എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എൻ്റെ മെയിനായിട്ടുള്ള ഒരു വഴിയെന്ന് പറയുന്നത്. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് അതിനെ തിരിച്ച് നമ്മൾക്ക് ഒരു വ്യക്തമായ പ്ലാനിങ്ങോടെ തന്നെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ എക്സാമിലോട്ട് കടക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, ഒരിക്കലും പിന്മാറാതിരിക്കുക. നിങ്ങൾക്കിത് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാമൊന്നുമല്ല. എല്ലാ ദിവസവും വർക്ക് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ടൊരു എഫേർട്ട് കൊടുത്താൽ തീർച്ചയായും ഇത് എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു.